അതെ, ലാലിഗയിൽ റയൽ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. താൽക്കാലികമായിട്ടാണ് റയൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ബാർസേനേക്കാളും ഒരു കളി കൂടുതൽ റയൽ കളിച്ചായിരുന്നു. എന്തായാലും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഇതൊരു ആത്മവിശ്വാസം ഉള്ള കാര്യമാണ്. അൽവാരോ ആർബിലോക്കും സംഘത്തിനും. നേരത്തെ ബാർസയോട് റയൽ മാഡ്രിഡിന് ഒരേ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 2 വർദ്ധിക്കുകയായിരുന്നു. ഏതായാലും ഇന്നത്തെ കളി ബാർസ വിജയിക്കുകയാണെങ്കിൽ തിരിച്ചു ബാർസലോണ ഒരു ഗോളിൻ്റെ വ്യത്യാസത്തിൽ ബാർസ ലീഡിലേക്ക് എത്തുന്നതായിരിക്കും. ഏതായാലും VRLനെതിരെ എവേ മത്സരത്തിൽ 2-0 റയൽ മാഡ്രിഡ് വിജയിച്ചത്. പിന്നെ 2 ഗോളും കിലിയൻ എംബാപ്പയുടെ വകയായിരുന്നു. രണ്ടാമത്തെ ഗോള് അദ്ദേഹം പെനാൽറ്റി സ്കോർ ചെയ്യുകയായിരുന്നു. അതും പനേങ്ക കിക്കിലൂടെയാണ് അദ്ദേഹം പെനാൽറ്റി ഗോളാക്കി മാറ്റിയത്. ഏതായാലും മത്സരത്തിൽ കോച്ച് അൽവാരോ ആർബിലോ സൂപ്പർ താരങ്ങളെയൊക്കെയും അണിനിർത്തിക്കൊണ്ടാണ് ഈ മത്സരം കളിച്ചത്. ഏതായാലും മുന്നേറ്റത്തിൽ വിനിയും എംബാപ്പയും മസ്റ്റൻ നൂനോയും അണിനിർക്കുകയായിരുന്നു. ഏതായാലും ആദ്യ പകുതിയിൽ റയൽ മാഡ്രിഡിന് അനുകൂലമായി ഒട്ടനവധി അവസരങ്ങൾ കിട്ടിയായിരുന്നു. പക്ഷെ അതൊന്നും ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ റയൽ മാഡ്രിഡിന് സാധിച്ചില്ല. അങ്ങനെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കിലിയൻ എംബാപ്പയുടെ ഗോളിലൂടെ റയൽ മാഡ്രിഡ് ലീഡ് പിടിക്കുകയായിരുന്നു. എന്തായാലും കളിയുടെ അവസാനത്തിൽ കിട്ടിയ പെനാൽറ്റി കിലിയൻ എംബാപ്പെ തന്നെ ഗോളാക്കുകയായിരുന്നു. അത് കിലിയൻ എംബാപ്പെ വിൻ ചെയ്ത പെനാൽറ്റി ആയിരുന്നു. അത് കൃത്യമായി കിലിയൻ എംബാപ്പെ ഗോളാക്കി മാറ്റുകയായിരുന്നു. 21 കളികളിൽ നിന്ന് 51 പോയിന്റുമായി റയൽ മാഡ്രിഡ് ഒന്നാമതുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.